എല്ലാവർക്കും നമസ്കാരം. ഹരിനാമകീർത്തനം അടുത്ത ഭാഗത്തിലേക്ക് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ ഉറയ്ക്കു മളമാവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. അർക്കാനലാതി വെളിവ്, അതായത് സൂര്യൻ, അഗ്നി മുതലായവ വെളിച്ചം ഒക്കെ ഗ്രഹിക്കുന്ന ഒരു കണ്ണ്, അതായത് എല്ലാം കണ്ടറിയുന്ന ഒരു കണ്ണ്. ആ കണ്ണിനു കണ്ണ്, ആ ഇന്ദ്രിയത്തെയാണ് അവിടെ പറയുന്നത്. ഇന്ദ്രിയത്തിലെ കണ്ണ്, അതിനെ കണ്ടറിയുന്ന കാഴ്ചക്കാരൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാഴ്ചകളെ മുഴുവൻ കണ്ടറിയുന്ന ആ ഒരു കാഴ്ചക്കാരൻ, ഈ കാണുന്നതിന് ഒരു അകക്കണ്ണുണ്ട്. ആ അകക്കണ്ണുകൊണ്ട് അറിയുന്ന ഒരു കാഴ്ചക്കാരന് മനമാകുന്ന കണ്ണ്, അതെന്താണ്? മനസ്സെന്ന കണ്ണാണ്, മനസ്സാകുന്ന കണ്ണാണ്. അതിന് കണ്ണായിരുന്ന പൊരുൾ, ആ മനസ്സിൻ്റെ കാഴ്ചക്കാരനായി വിളങ്ങുന്ന ആ വെളിച്ചം താനെന്നുറയ്ക്കുമളവ് ഞാൻ തന്നെ എന്ന തീരുമാനം വരുന്നതോടെ ആനന്ദമെന്ത്, ഉണ്ടാകുന്ന ആനന്ദത്തിന് അളവില്ല. ഹരിനാരായണായ നമഃ. കളങ്ക ഹരിയായ, അതായത് നമ്മളുടെ മനസ്സാകുന്ന കണ്ണ്, നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് കാണുമ്പോൾ ഈ കാണുന്നതൊന്നും ഞാനല്ല, യഥാർത്ഥത്തിൽ ഈശ്വരനാണ്, മനസ്സുകൊണ്ടാണ് കാണുന്നത്. യഥാർത്ഥ കാഴ്ചക്കാരൻ ഞാനല്ല എന്ന് തനിക്ക് മനസ്സിലാകുന്ന ആ നിമിഷമുണ്ടാകുന്ന ആനന്ദമെന്ത് ഹരിനാരായണായ നമഃ. അപ്പോഴുണ്ടാകുന്ന ആനന്ദത്തിന് അളവില്ല. ഹരിനാരായണായ നമഃ. അങ്ങനെയുള്ള നാരായണന് നമസ്കാരം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചര വസ്തുക്കളും എന്താണ്? എൻ്റേതല്ല, ഈ കാണുന്നതൊന്നും ഞാനല്ല, സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമായ നാരായണനാണ് ഞാൻ. ഇതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന് നമ്മൾ മനസ്സിലാകുന്ന നിമിഷം ഉണ്ടാകുന്ന ആനന്ദത്തിന് അതിരില്ല എന്നാണ് പറയുന്നത്.